സമയത്ത് ഒരു പേര് ഇണങ്ങണില്ല. അപ്പോൾ ഞങ്ങളൊരു പുന്നാരിച്ച് വിളിക്കാൻ പറ്റി. ഹായ് ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ചെയ്യണ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും കാണിച്ചു തരാനായിട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റണില്ല, ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഴയത്ത് നമ്മുടെ ഗാർഡനിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇൻഡോർ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോക്ക് ഒരു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. അപ്പോൾ നമ്മൾ ഇന്നൊരു പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ പേര് ഞാൻ ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാത്തു എന്നാണ് ഇട്ടേക്കണ പേര്. അപ്പോൾ എന്താണ് ഇവിടെ എല്ലാവരും പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷ് പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ആ പേര് വിളിക്കാനും തോന്നണില്ല. അത് കാരണം എന്താ പറയുക, ഒരു കുഞ്ഞിപ്പാത്തു എന്ന് പറഞ്ഞ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേരായിട്ടേക്കണം. അപ്പോൾ എന്താ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിലോട്ട് നേരെ കിടക്കാം. ഞാൻ ആ പേര് പറയാൻ വേണ്ടി ജസ്റ്റ് അവളെ കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും നല്ല മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ നല്ലൊരു മഴയത്ത് ഫുള്ള് കുളിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ നല്ലപോലെ പച്ചപ്പായിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ നമ്മുടെ ഗാർഡനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കൂടുതലും ഈ ഇലച്ചെടികളൊക്കെ ഉള്ള ഗാർഡൻ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും. കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും കൂടുതലും ഫ്ലവർ ചെയ്യാത്തൊരു സീസൺ കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ കൂടുതലും ഈ ഇലച്ചെടികളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനൊരു അടിപൊളി ലുക്ക് തന്നെയായിരിക്കും. പിന്നെ നമ്മളിവിടെ താഴത്തിട്ടേക്കുന്നത്, അതായത് ആ ലോണൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ടർട്ടിൽ വൈൻ വെച്ചാണ് കേട്ടോ. നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അത് പോയി കാണുക, ഇങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാന്നുള്ളത്. അപ്പോൾ ഇവിടെ നല്ലപോലെ പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നല്ലപോലെ ലഷായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാനും സാധ്യത കൂടുതലായി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, വെള്ളം നല്ലപോലെ കെട്ടി നിൽപ്പുണ്ട് അവിടെ. പക്ഷേ മഴ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോയിക്കോളും. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ നിൽക്കുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തത്തെ പരിപാടിയൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഒരു വുഡൻ ഹാങ്ങിങ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. വാളിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു വുഡൻ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ വുഡൻ റീപ്പേഴ്സ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 55 സെൻറ്റിമീറ്ററിന് 2 പീസ് എടുത്തിട്ടുണ്ട്. അത് ബാക്കിലോട്ടുള്ള ആ വെർട്ടിക്കൽ പീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 55 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു ലാഡർ മോഡൽ ഉണ്ടാക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ അഴിയഴിയായിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 25 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ചെറിയ ചെറിയ പീസുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ വുഡൻ ഹാങ്ങർ ഞാൻ പറഞ്ഞ ഈ ഒരു അളവിൽ ആ ഒരു 55 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ചെറിയ പീസുകൾ ഒരു 12 എണ്ണമെങ്കിലും അത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് വേണ്ടി വരും. അപ്പോൾ അത്രയും പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പീസ്, അതായത് ഈ 25 സെൻറ്റിമീറ്റർ മുറിച്ചെടുത്ത ചെറിയ പീസിൽ നമുക്ക് 2 മാർക്കിങ്സ് ഇടണം. അപ്പോൾ ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഏരിയയിലും പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ നീങ്ങിയും ഒരു ചെറിയൊരു മാർക്കിംഗ് ഇടാം. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ 2 പീസുകൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ 55 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ആ 25 സെൻറ്റിമീറ്ററിൽ ആ മാർക്കിംഗ് ഇട്ടില്ലേ, ആ മാർക്കിംഗ് ഇട്ടതിൻ്റെ ആ ഗ്യാപ്പിൽ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ മുള്ളാണി വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ജോയിൻസിലോട്ട് ഫെവിക്കോളിൻ്റെ ഈ ഒരു വുഡ് ഫിൽ എന്ന് പറയുന്ന ഈ ഒരു പശ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്നോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ അറ്റത്ത് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സെയിം രീതിക്ക് തന്നെ നമ്മുടെ ചെറിയ ചെറിയ പീസുകളും കൂടെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റീപ്പറിൻ്റെ ഗ്യാപ്പിനാണ് ഓരോരോ റീപ്പറും ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പീസുകൾ മൊത്തം ഞാനിവിടെ ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ കുറച്ച് വാർണിഷ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് വാർണിഷ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് കോട്ടും അടിച്ചത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡിലൊക്കെ അടിക്കുന്ന ടോപ്പ് കോട്ടാണ്. അത് ഏകദേശം ഒരു 20% ടർപ്പൻറ്റൈനും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബ്രഷ് യൂസ് ചെയ്ത് അതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഈ വുഡ് പീസിൻ്റെ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ എക്സസ് ആയിട്ട് നിൽക്കുന്ന വാർണിഷ് നമുക്ക് അതിൻ്റെ മുകളിൽ കാണാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു ക്ലോത്ത് വെച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനും ഭയങ്കര പാടായിരിക്കും, പിന്നെ കാണുമ്പോൾ ഒരു നല്ലൊരു ലുക്കും ഉണ്ടാവില്ല. ഇനി നമുക്കിത് മതിൽ ഹാങ് ചെയ്യാനായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടെടുക്കണം. ഈ ഹോളിൽ കൂടെ സ്ക്രൂ ചെയ്തിട്ട് വേണം നമുക്കിത് മതിൽ ഹാങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ ഒരു ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ മതിലിൽ ഡ്രില്ലൊക്കെ ചെയ്ത് ഹോളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇതുമേലെ ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഹൈറ്റിലുള്ള 3 വുഡൻ ഫ്രെയിമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലാണ് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അത് കാരണം 3 ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് പോട്ട് ഹാങ് ചെയ്ത് കൊടുക്കാൻ ചെറിയ മുള്ളാണി അടിച്ച് ചെറിയ ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് ആണ്. ഇൻഡോർ വെക്കാനായിട്ട് വളരെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റ്. നല്ലപോലെ ഹാങ് ചെയ്ത് വരികയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഇവിടെ സൈഡിൽ നിന്ന് നല്ലപോലെ വെട്ടവും കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഒരു ഈവനിങ്ങുള്ള സൺലൈറ്റൊക്കെ നല്ലപോലെ ഈ ജനലിൽ കൂടി ഉള്ളിലേക്ക് അടിക്കുന്ന ഒരു ഏരിയയിൽ കൂടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള മതിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു വൈറ്റ് പോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഹോൾസും ഇല്ല. അപ്പോൾ നമ്മൾ വെള്ളം നനക്കുമ്പോൾ സൂക്ഷിക്കണം. വെള്ളം നനക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം നനച്ച അടിയിൽ വെള്ളം കെട്ടി നിന്ന് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ കൂടി ചെയ്യാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് ഉണ്ട്, PG ദ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.